തെരഞ്ഞെടുപ്പ് ഗോതയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി എവിടെ? ഇന്റർനെറ്റിന്റെ സെർച്ചിൽ ട്രെൻഡിംഗ് ആണ്. എന്റെ ഇത്രയും കാലത്തെ സംഭവബഹുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? എല്ലാ കോണുകളിൽ നിന്നും ഒരു ചോദ്യം ഉയരുന്നു. രാഹുൽ ഗാന്ധി എവിടെ? Rahul Gandhi, the man on whom vast quantities of party resources were poured during the campaign, is out of the country. Imagine that. അപ്പൊ ബീഹാറിൽ നമ്മൾ നല്ല അന്തസ്സായിട്ട് തോറ്റു. ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ. മോദിയും നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനും നല്ല അന്തസ്സായിട്ട് ജയിച്ചു. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി ബീഹാർ ഇലക്ഷൻ സമയത്ത് എവിടെയായിരുന്നു? വോട്ട് എണ്ണിയ ഇന്നലെ അദ്ദേഹം എവിടെയാണ്? ആളുകൾ പറയുന്നത് അദ്ദേഹം ഇന്ത്യയിൽ പോലും ഇല്ലെന്നാണ്. എവിടെയോ ആണ് അദ്ദേഹം. ഇത്രയും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാട് വിട്ടു പോകാൻ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നത്? ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണി തോറ്റതിന്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ കാണുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് വല്ല ഭജനയും പാടി കാലം കഴിച്ചാലോ എന്നുള്ള തോന്നൽ വരുന്നുണ്ട് കേട്ടോ. പ്രശ്നം എന്താണെന്നറിയോ? ബീഹാറിൽ എങ്ങനെയാണ് തോറ്റത് എന്ന് പരിശോധിക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. ഒന്നാമത്തെ കാരണം സഖ്യമില്ലാത്ത മഹാസഖ്യം തന്നെയാണ്. ഒന്നാമത്തെ കാരണം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം തന്നെയാണ്. എന്താ ഉറക്കം വരുന്നു? വോട്ട് ചോരി വാർത്താ സമ്മേളനം നടത്തിയാൽ അത് വോട്ടായി മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ടേ? അദ്ദേഹം വിദേശയാത്രയിലാണ് ഇപ്പോഴും. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തത് കണ്ടു. തിരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിക്കുന്നതാണത്രേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആരെ ഞെട്ടിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം? നമ്മളെ ഞെട്ടിച്ചോ? എന്ത് ഞെട്ടിക്കുന്നതാണ്? ഞാൻ ഞെട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി പരമ്പരയായി വോട്ട് ചോരി വീഡിയോ ചെയ്യുന്ന സമയമായിരുന്നു അതല്ലേ? നമ്മൾ പലതും ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ ബീഹാറിൽ അട്ടിമറി നടക്കുന്നുണ്ട്, വോട്ട് ചോരി നടക്കുമെന്ന്? SIR നടപ്പാക്കിയ ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേതെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ? വോട്ട് അട്ടിമറിക്കപ്പെടുമെന്ന് രാഹുലിന് അറിയാമായിരുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. എന്നിട്ട് രാഹുൽ അത് തടയാൻ വേണ്ടി എന്തു ചെയ്തു? ഒരു ക്ലൂ തരുമോ? വിശ്വാസമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഒരു പ്രഹസനം പോലെ പ്രതിപക്ഷം എന്തിനാ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്ന് നടത്തേണ്ട തിരഞ്ഞെടുപ്പായിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു പ്രഹസനം വാർത്താ സമ്മേളനം മാത്രം നടത്തിയിട്ട് പേരിന് 1-2 റാലിയും നടത്തിയിട്ട് വിദേശത്ത് പോയത് എന്തിനാ? ഉത്തരം പറ. ഈ സമയത്ത് തന്നെ വിദേശത്ത് പോകേണ്ട എന്ത് അത്യാവശ്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്? അതേ രാഹുൽ ഗാന്ധി അല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അതേ ഉത്തരം പറയണം. അത് മാത്രം ചോദിക്കരുത്, പറയാൻ എനിക്ക് വാക്കുകളില്ല. എനിക്ക് രാഹുലിന്റെ ഈ ആത്മാർത്ഥത ഇല്ലായ്മയിലും സ്ഥിരത ഇല്ലായ്മയിലും ഒക്കെ നല്ല നിരാശ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. യൂട്യൂബർമാരെ പോലെ വോട്ട് ചോരിയുടെ കിഡിലൻ വീഡിയോകൾ ഇറക്കിയിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും ഇന്ത്യയിൽ വോട്ടായി മാറില്ല. BJP വോട്ട് ചോരി നടത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യേണ്ട ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഒളിച്ചോടി പോകേണ്ട ആളല്ല. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. നാലാമത്തെ കാരണം എന്താണ്? വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞൊക്കെ പഴയ കഥയാണ്. ശരിക്കും പുതിയ കഥ എന്ന് പറയുന്നത് എന്താണ്? പണം നൽകി വോട്ട് വാങ്ങുന്നതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ബീഹാറിൽ 1 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് മഹിളാ റോസ്ഗാർ പദ്ധതി പ്രകാരം 10,000 രൂപ എത്തുകയാണ്. അതിനൊന്നും ഇല്ലേ? വോട്ട് ചെയ്യാനുള്ള പ്രചോദനം, കൈക്കൂലി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഒരു പണം. പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം ചെയ്തില്ല. ഇത് ചെറിയ വോട്ടല്ല. ഇന്ത്യ സഖ്യം ഇതിനെതിരെ എന്തെങ്കിലും കാര്യമായി ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. വളരെ വലിയൊരു തട്ടിപ്പ് തന്നെയായിരുന്നു അത്.
ഇതിനു പുറമെ പെൻഷൻ വർധന, 125 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി സൗജന്യം, വികസന നായകനായ സുശാസൻ ബാബു എന്ന നിതീഷ് കുമാറിനെ ജനങ്ങൾ പിന്തുണച്ചു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? എന്റെ ഭഗവതിയെ